തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല നമ്മുടെ നാട് നല്ലൊരു സന്തോഷമായിരിക്കും എന്നുള്ള ഒരു കൂട്ടായ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ പൊതുവായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു ധാരണ ആ നാട്ടിലുള്ള വീടുകളുടെയും കെട്ടിടങ്ങളുടെയും കരം പിരിക്കാനുള്ള ഒരു ഏജൻസിയാണ്. ഈ പട്ടണത്തിലെ അല്ലെങ്കിൽ ഈ പട്ടണത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് യാതൊരു സംശയവും വേണ്ട ഉണ്ടാകാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 10 മടങ്ങ് അതിനപ്പുറമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലുകൊണ്ടാണ് നിങ്ങൾക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന ഗുണം കൊണ്ടുവന്നാണ് ഞാൻ അദ്ദേഹത്തെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മൾ പഴം പറിച്ച് കഴിക്കാറുണ്ട് പല വൃക്ഷങ്ങളിൽ നിന്നും. പക്ഷേ ഈ വൃക്ഷം നട്ടത് 10, 20, 30 വർഷം ആരോ ആണ്. ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വലിയ സമയം എടുക്കുന്നില്ല. വളരെ ചുരുക്കി എന്താണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് വെച്ച ഒരാശയമാണിത്. അതായത് ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഗ്രീൻ പ്രോട്ടോകോൾ വോളണ്ടിയേഴ്സ് എന്ന പേരിൽ പൊങ്കാലയുടെ നടത്തിപ്പ് പ്രകൃതി സൗഹൃദമായിട്ട് നടത്തണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ചെറുപ്പക്കാർ, 60-65 ചെറുപ്പക്കാർ കോർപ്പറേഷനുമായിട്ട് വളരെ നന്നായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. മേയർ എന്നുള്ള നിലയ്ക്ക് പല ഘട്ടങ്ങളിലും അതിലൂടെയൊക്കെ തന്നെ കടന്നു പോകുമ്പോൾ യാദൃച്ഛികമായിട്ട് ഇവരുടെ പ്രവർത്തനം ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ തിരക്കുകൾക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളിലും ഇവരുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമയം ഇനിയും കിട്ടിയിട്ടില്ല. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് അക്കാര്യങ്ങളൊക്കെ ചെയ്തു പോയത്. പൊങ്കാലൊക്കെ കഴിയുന്ന സമയത്ത് ഉൾപ്പെടെ നിരീക്ഷിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ആത്മാർത്ഥത, കുറച്ച് പെൺകുട്ടികളുണ്ട്, ഇവരുടെ സമൂഹത്തോടുള്ള ആത്മാർത്ഥതയും പ്രതിബദ്ധതയും കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി വന്നവരെ ഈ ഒരു പദ്ധതി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു ഊർജം, ഇതൊക്കെ കൂടുതൽ നിലനിർത്താൻ സാധിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല നമ്മുടെ നാട് നല്ലൊരു സന്തോഷമായിരിക്കും എന്നുള്ള ഒരു കൂട്ടായ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ആ പ്രക്രിയ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞങ്ങൾ ആലോചിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികളെയൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരുമിച്ച് വിളിക്കുകയും മേയറുടെ ചേംബറിൽ തന്നെ ഞങ്ങൾ പലതവണ ഒരുമിച്ചിരിക്കുകയും ചെയ്തിരുന്നു. ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അവരൊക്കെ തന്നെ, അനീഷും ശരത്തും ഉൾപ്പെടുന്ന, ബാക്കി എല്ലാവരുടെയും പേരുകൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോയില്ല, അവരൊക്കെ തന്നെ കോർപ്പറേഷൻ ഭരണസമിതി കാണിച്ചതിനേക്കാൾ വളരെ ആത്മാർത്ഥതയും ആവേശത്തോടുമാണ് ഈ ആശയത്തോട് പ്രതികരിച്ചത്. അങ്ങനെ പലതവണ ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയും എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുകയും ചെയ്തപ്പോഴാണ് ഏറ്റവും ചുരുങ്ങിയത് 1000 ചെറുപ്പക്കാരെങ്കിലും ഭാവിയിൽ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് സഹകരിച്ച് പോകുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ചർച്ചയുണ്ടായത്. അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഒരു കൂട്ടായ്മ രൂപീകരിക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ തന്നെ ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. ഇതിലൂടെ കോർപ്പറേഷന്റെ ഭരണസമിതി വിഭാവനം ചെയ്യുന്നത് സ്വാഗത പ്രസംഗത്തിൽ പാറ്റൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ പൊതുവായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു ധാരണ ആ നാട്ടിലുള്ള വീടുകളുടെയും കെട്ടിടങ്ങളുടെയും കരം പിരിക്കാനുള്ള ഒരു ഏജൻസിയാണ്. അവിടെ ഇപ്പൊ മാലിന്യം കൂടിയപ്പോഴേക്കും മാലിന്യം മാറ്റുവാനുള്ള ഒരു ഏജൻസി മാത്രമാണ്, അല്ലെങ്കിൽ തെരുവുനായ പിടിക്കാനുള്ള ഒരു ഏജൻസിയാണ്. പിന്നെ വീടിന്റെ പ്ലാൻ വരച്ച് ഉദ്യോഗസ്ഥരുടെ പിന്നാലെ നടന്ന് അതിന്റെ സാങ്ഷൻ വാങ്ങിക്കാനുള്ള ഒരു ഏജൻസിയാണ് എന്നൊക്കെയുള്ള ധാരണ മാത്രമാണ് പൊതുസമൂഹത്തിൽ പതിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതൊക്കെ ശരിയാണ്. ഈ ധാരണയൊക്കെ തന്നെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ തന്നെ ഞാൻ സമ്മതിക്കുമ്പോൾ തന്നെ ഈ സമൂഹത്തിലുള്ള ഏറെക്കുറെ ലോ ആൻഡ് ഓർഡറിൽ നേരിട്ട് ഇടപെടുക എന്നുള്ളതൊഴികെ എല്ലാ മേഖലയിലും ജനജീവിതത്തിൽ ഇടപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുള്ള നിയമം അനുവദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അതായത് പഞ്ചായത്ത് ആവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, അതിനാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ടൗൺ പ്ലാനിങ്ങിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ. സ്റ്റേറ്റ് ക്യാപിറ്റൽ ആണ് തിരുവനന്തപുരം. ഈ സ്റ്റേറ്റ് ക്യാപിറ്റൽ, ഈ സിറ്റി ഏത് രീതിയിലാണ് ഭാവിയിൽ മുന്നോട്ട് പോകേണ്ടതെന്ന് പ്ലാൻ ചെയ്യുവാനുള്ള ഒരു അധികാരമാണ് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ആക്ട് മുഖേന കൊടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ശ്രീ ചെമ്പൽ പൂതേൻ. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന അധികാരം തിരുവനന്തപുരം നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ച് സ്കൂളുകളുടെ ഒക്കെ തന്നെ പ്രവർത്തനത്തിൽ ഏത് രീതിയിൽ നവീകരണം നടത്തണം, അതോടൊപ്പം തന്നെ
വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ശ്രീ കരമന അജിത്ത്. തിരുവനന്തപുരം പട്ടണത്തിൽ, അതായത് ഇന്റർനാഷണൽ പോർട്ട് ഉൾപ്പെടുന്ന വിഴിഞ്ഞം ഉൾപ്പെടുന്ന തിരുവനന്തപുരം, ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടുന്ന തിരുവനന്തപുരം, ഭാവിയിൽ ലോകത്തിന്റെ തന്നെ IT കേന്ദ്രമായി മാറുവാനുള്ള എല്ലാ സാധ്യതയുമുള്ള തിരുവനന്തപുരം, ആ തിരുവനന്തപുരത്തിന്റെ വികസനം ചിട്ടപ്പെടുത്തുവാനുള്ള ഒരു ബോഡിയിൽ ഒന്നാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതോടൊപ്പം തന്നെ അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ശശിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്പീലുകളൊക്കെ തന്നെ പരിശോധിക്കേണ്ട കമ്മിറ്റിയാണ്. മറ്റു പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരോട് വന്നിട്ടില്ല. അതിനർത്ഥം ആരോഗ്യം, ഹെൽത്ത് സെക്ടറിൽ സജീവമായി ഇടപെടുവാനുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ആരോഗ്യം. അപ്പോൾ ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ഇടപെടാൻ കഴിയുന്ന മേഖലകൾ വളരെ വിപുലമാണ്. അപ്പോൾ അത്രത്തോളം സാധ്യതയുള്ള ഒരു പ്രസ്ഥാനം ഈ പട്ടണത്തിലെ, അല്ലെങ്കിൽ ഈ പട്ടണത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യ നാളുകൾക്ക് മുതൽ തന്നെ ഞങ്ങൾ പറയുന്നത്, ഞങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമേ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കാണ് കൂടുതലും ജനാധിപത്യത്തിൽ ഭരണത്തിലെത്താൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഭരണത്തിലെത്തുന്ന കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരും, ഇപ്പോ ദേവിപ്രിയ നമ്മളുടെ ഒരു സൂപ്രണ്ടാണ്, ആ പുറകിലുള്ള ദേവിപ്രിയ ഉദ്യോഗസ്ഥയാണ്. വർഷങ്ങളായി പല സീറ്റുകളിലും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. അപ്പൊ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രം ചേർന്നുകൊണ്ടാണ് ഈ നാട്ടിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അതായിക്കോട്ടെ, അങ്ങനെയാണ് വ്യവസ്ഥ. പക്ഷേ ഓരോ തീരുമാനം എടുക്കുമ്പോഴും ആ മേഖലയിലുള്ള എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയൻ തേടുക എന്നുള്ളൊരു മെക്കാനിസം കൂടി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ഉണ്ടാകാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 10 മടങ്ങ് അതിനപ്പുറമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി തുടക്കം കുറിച്ചത്. ഇനി ഞാൻ ഈ ഇവിടേക്ക് വരാനായിട്ട് ഇറങ്ങിയപ്പോ എന്റെ അടുത്ത സുഹൃത്താണ്, വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന എറണാകുളത്തുള്ള ബിന്ദു ടീച്ചർ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിലൊക്കെ തന്നെയുള്ള ബന്ധങ്ങളുള്ള ബിന്ദു ടീച്ചറുമായിട്ട് എനിക്ക് വർഷങ്ങളായുള്ള സൗഹൃദമുണ്ട്. ടീച്ചർ തിരുവനന്തപുരത്തും, ടീച്ചർ എന്നെ കാണാൻ വന്നിട്ട് ഓഫീസിലേക്ക്, കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഞാൻ ഇങ്ങോട്ട് വന്ന് കാറിൽ കയറുന്ന സമയത്താണ് ടീച്ചർ. അപ്പൊ ടീച്ചറിനോടൊപ്പം വന്ന് തുഷാരയും അതോടൊപ്പം തന്നെ ബാലഗുരു സ്വാമി സാറും വന്നിരുന്നു. അപ്പോൾ പരിചയപ്പെട്ടു. അദ്ദേഹം ഫോർമൽ DC ആണെന്ന് മാത്രമല്ല, അദ്ദേഹമാണ് ആദ്യത്തെ IT ബുക്ക് ഇന്ത്യയിൽ എഴുതുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ കുറിച്ച് തുഷാര പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ കൂടി നിങ്ങളെപ്പോലുള്ള നാളെ ഈ നാട് നയിക്കേണ്ട, ഇല്ലെങ്കിൽ ഇന്ന് ഈ നാടിന്റെ നാവായിട്ടുള്ള കുട്ടികളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന ഗുണം കൊണ്ടുവന്നാണ് ഞാൻ അദ്ദേഹത്തെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടു കാണും, ഡോക്ടർ ബിജു പ്രഭാകർ, മുൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ. അദ്ദേഹം ആശയപരമായി ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുമായിട്ട് യോജിപ്പുള്ള ആളാണ്. അദ്ദേഹം പരമ്പരാഗതമായി, അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. പക്ഷേ as a former district collector or a person who had been living in Trivandrum for the last 40 years, അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് തന്നെ 1970-കളിൽ തന്നെ തിരുവനന്തപുരത്ത് വന്നിട്ട് പഠിച്ച് വളർന്ന് അദ്ദേഹം IAS പദവി നേടി KSRTCയിലും ജില്ലാ കളക്ടർ എന്നുള്ള നിലയ്ക്കൊക്കെ തന്നെ നല്ല വിജയകരമായി പ്രവർത്തിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിനോട് 1-2 മണിക്കൂർ തിരുവനന്തപുരത്തിന്റെ വികസനത്തെ കുറിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ആശയങ്ങൾ രൂപീകരിച്ചാൽ എന്റെ എഫർട്ട് കുറയും. മാത്രമല്ല ഇത്രത്തോളം എക്സ്പീരിയൻസ് തിരുവനന്തപുരത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇതിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഇരിക്കുന്ന 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളവർ, ചിലപ്പോൾ അതിന് ചില വ്യത്യാസം വന്നേക്കാം, ഇടയ്ക്കുള്ളവർ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ 1000 ഭാവിയിൽ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 200-250 കുട്ടികളായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ വച്ചിരിക്കുന്നത് പ്രതീക്ഷ 2047, അതായത് 2047 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തിൽ ലോകമർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇരിക്കുന്നവർക്ക് ഒന്നുകിൽ 45-50 വയസ്സ്, അല്ലെങ്കിൽ ഇപ്പൊ 18 വയസ്സായ ആളിനാണെന്നുണ്ടെങ്കിൽ 38 വയസ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാടിനെ ഈ വേദിയിലിരിക്കുന്ന പലരും പോലെ അല്ല. അപ്പൊ അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ രാജ്യത്തിൽ ജീവിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നമ്മൾ അതിന്റെ അടിത്തറ പാകണം. പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഴം പറിച്ച് കഴിക്കാറുണ്ട് പല വൃക്ഷങ്ങളിൽ നിന്നും. പക്ഷേ ഈ വൃക്ഷം നട്ടത് 10, 20, 30 വർഷം ആരോ ആണ്. ആ വൃക്ഷമാണ് നമ്മളിപ്പോ നടുന്നത്, ആ ചെടികളാണ് ഇപ്പൊ നമ്മൾ നടുന്നത്. ഈ ഇരിക്കുന്നതിൽ നിന്നും ലോകോത്തരമായിട്ടുള്ള IT പ്രൊഫഷണൽസ് നാളെ ഉണ്ടാകണം.
ഇരിക്കുന്നതിൽ നിന്നും മികച്ച ഡോക്ടർമാരുണ്ടാകണം, ഈ ഇരിക്കുന്നതിൽ നിന്നും മികച്ച അന്താരാഷ്ട്ര കോടതികൾ വാദിക്കുവാൻ പോലും ശേഷിയുള്ള അഭിഭാഷകരുണ്ടായി മാറണം, അവർ സമൂഹത്തിന്റെ മുതൽക്കൂട്ടാകണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. എനിക്കിവിടെ ഇരിക്കുന്നവര് എവിടെ നിന്ന് വന്നാണെന്ന് എല്ലാവരും അറിയില്ല, ചുരുക്കം ഒരു 15-16 പേരെ അറിയാവുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ തിരുവനന്തപുരത്തിന്റെ പല മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. നിങ്ങളുടെ ആശയപരമായ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് അറിയില്ല, നിങ്ങൾ ഓരോരുത്തരും വരുന്ന സാമ്പത്തിക പശ്ചാത്തലത്തെക്കുറിച്ച് അറിയില്ല. ഇക്കാര്യങ്ങൾക്കൊക്കെ ഉപരി ഈ സമൂഹത്തെ സ്നേഹിക്കുന്നവരാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങളെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത്. ഞാൻ ചുരുക്കുകയാണ്.